വിവിധങ്ങളായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കും. ജാതികളുടെ ശബ്ദമുണ്ട്, ദൈവത്തിന്റെ ശബ്ദമുണ്ട്, ദൈവപുത്രൻ പറയുന്ന ശബ്ദം നാം അവിടെ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദം നമുക്കവിടെ കേൾക്കുവാൻ കഴിയും. സ്തോത്രമായിരിക്കാൻ ഈ ലോകത്തിന്റെ ശബ്ദമോ മനുഷ്യരുടെ ശബ്ദമോ കേട്ട് നാം ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ധ്യാനത്തിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചതായ ഒരു വേദഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്തോത്രം ധ്യാനിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. Judges chapter 7 verse 12. അതല്ല, 6-ന്റെ 12-ാം വാക്യമാണ്. 6-ന്റെ 12. The angel of the Lord appeared to him and said, "Mighty hero, the Lord is with you." പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ ശബ്ദം എങ്ങനെ ഗിദെയോനിൽ പരിവർത്തനമുണ്ടാക്കിയെന്ന് നാം താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം വളരെ ആത്മീയമായ പാഠങ്ങൾ നമുക്ക് നൽകുന്ന പുസ്തകമാണ്. മോശയുടെ മരണശേഷം ദൈവം യോശുവയെ ഇസ്രായേലിനെ ഭരിക്കുവാനായിട്ട് നിയമിച്ചു. After Moses, God anointed Joshua to lead his people. But after Joshua, God didn't give any leadership to them. അവർക്കൊരു രാജാവിനെയോ ന്യായാധിപന്മാരെ ആരെയും ദൈവം കൊടുത്തില്ല. ദൈവം തന്നെ അവരെ ഭരിക്കുകയായിരുന്നു. പക്ഷേ യോശുവ പിടിച്ചടക്കേണ്ട ഭാഗങ്ങളെല്ലാം പിടിച്ചു തീർത്തിട്ടുമില്ലായിരുന്നു. പിന്നെയും ദേശം പിടിച്ചെടുക്കാനുണ്ടായിരുന്നു, യുദ്ധങ്ങൾ നടത്താനുണ്ടായിരുന്നു. The work was not finished, but God didn't anointed or appointed any leadership. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടുകൂടെ തുറന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പൊ ദൈവം അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്തു. ആരാണ് ഞങ്ങളെ ലീഡ് ചെയ്യാൻ പോകേണ്ടത്? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവരോട് പറഞ്ഞു, യഹൂദ പുറപ്പെടട്ടെ. Let the Judah go in front and lead them. യഹൂദയെ പലപ്പോഴും നമ്മൾ 1-ാം സ്ഥാനത്ത് കാണുന്നുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ലേയുടെ മകനായിട്ടാണ് യഹൂദ ജനിച്ചത് നമുക്കറിയാം. യഹൂദ ജനിക്കുമ്പോൾ ലേയ പറഞ്ഞത്, ഞാൻ യഹോവയെ സ്തുതിക്കും, ഐ വിൽ പ്രൈസ് ഹിം. അതിനു മുമ്പ് ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടായപ്പോൾ ലേയ്ക്ക് പല പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒടുവിൽ അതൊന്നും നടന്നില്ലെന്ന് കണ്ടപ്പോൾ ലേയ തീരുമാനിച്ചു, ഐ വിൽ പ്രൈസ് ഗോഡ്, ഞാൻ ദൈവത്തെ സ്തുതിക്കും. യഹൂദയുടെ വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തോത്രം. ആ സ്തുതിക്കുന്നവരിലൂടെയാണ് ദൈവം രക്ഷകനെ ലോകത്തിന് നൽകിയത്. ആരാധിക്കുന്നവരിലൂടെയാണ് ദൈവം ലോകത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത്. ആരാധിക്കുന്ന യഹൂദയെയാണ് ദൈവം മുൻപിൽ വിജയത്തിനായി വിടുന്നത്. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് ആ സ്തുതി മുമ്പിൽ പുറപ്പെടട്ടെ. സ്തോത്രം. സംഗീതത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ ദൈവം വെച്ചിരിക്കുന്നതാണ്. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ശിശുക്കളെ പോലെ ദൈവത്തിന്റെ ബലത്തെ നമ്മൾ പുകഴ്ത്തുമ്പോൾ ശത്രുവും ഭയരും മിണ്ടാതാകും. മനസ്സിലാകും, ഞാൻ ഈ അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവത്തിന്റെ ശക്തി അറിയാവുന്നവരാണ്. സ്തോത്രം. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. മനുഷ്യ പ്രകൃതി, ഇസ്രായേൽ മക്കൾ
ദൈവത്തിന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടവരാണ് ആ തലമുറ ഒഴിഞ്ഞുപോയി. രണ്ടാമത്തെ തലമുറയും ഒഴിഞ്ഞുപോയി. അതിനുശേഷമുള്ള തലമുറയ്ക്ക് ദൈവം ചെയ്ത പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. ചെങ്കടൽ പിളർന്നതോ, മന്ന വർഷിപ്പിച്ചതോ, ശത്രുക്കളെ കീഴ്പ്പെടുത്തിയതൊന്നും പലതും അവർക്ക് അറിയത്തില്ല. പക്ഷെ അവർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഈ മനുഷ്യര് ദൈവത്തിന്റെ ആ പ്രവൃത്തികളെല്ലാം വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് അവരവരുടെ ഇഷ്ടം പോലെ അങ്ങ് നടക്കാൻ തുടങ്ങി. ആ കാലത്ത് രാജാവില്ലായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ ജീവിച്ചു. അങ്ങനെയാ ഇന്നും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പ്രമാണത്തിലൊന്നും നിൽക്കേണ്ട, അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കുക. സംഘത്തിൽ നമ്മൾ അതിന്റെ വായിക്കുന്നത് ജാതികൾ കൂട്ടം കൂടിയിട്ട് എന്താ പറഞ്ഞത്? അവരുടെ കെട്ടുകളെ നമ്മൾ പൊട്ടിച്ചെറിഞ്ഞു കളയാം. നമുക്ക് ഈ നിയമമൊന്നും വേണ്ട, നമുക്ക് ഈ ബൈബിളിൽ പറയുന്ന നിയമമൊന്നും വേണ്ട, നമുക്ക് സ്വാതന്ത്ര്യം. പക്ഷേ സ്വർഗത്തിലുള്ളവൻ ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അപ്പം ഈ ജനങ്ങൾ അവർക്ക് ഇഷ്ടപ്പോഴൊക്കെ അനിഷ്ടമായത് ചെയ്തു. അനിഷ്ടമായത് ചെയ്തപ്പം ദൈവത്തിന് കോപമായിട്ട് ദൈവം അവരെ ശത്രുക്കളെ ഏൽപ്പിച്ചു. അതാണ് ദൈവം അന്ന് ചെയ്തത്. അവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. ശത്രുക്കളെ പീഡിപ്പിക്കുമ്പോൾ അവരെ കരയണം, മടങ്ങി വരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ആരെയും നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ്. ദൈവം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. Is not delight in the death of a wicked person. സ്തോത്രം. അപ്പോൾ അങ്ങനെ അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് ന്യായാധിപന്മാരെ ആരെങ്കിലും ഒരു രക്ഷകനെ ദൈവം എഴുന്നേൽപ്പിക്കും. അവരെ ശത്രുക്കളെ ഇല്ലാതാക്കും. അവർക്ക് സ്വസ്ഥത കൊടുക്കും. ദൈവം ആരെ ഉപയോഗിച്ചത്? ഒരു ഇടങ്കയ്യനെ, കൈക്ക് വലിയ വലങ്കൈക്ക് വലിയ ബലമൊന്നും ഇല്ലാത്ത ഒരു ഇടങ്കയ്യൻ. വേറൊരുത്തനാണെങ്കിൽ ആയുധമൊന്നുമില്ല, മുടിങ്കോലാണ്, കർഷകന്റെ കലപ്പ പോലുള്ള ഒരു മുടിങ്കോല്. വേറൊരുത്തന്റെ കയ്യിൽ എന്തുകൊണ്ട്? കഴുതയുടെ പച്ച താടിയില്ല. ഇവരെയൊക്കെ ദൈവം ഉപയോഗിച്ചത്. ദൈവത്തിന് വലിയ ആയുധങ്ങളൊന്നും അല്ല വിഷയം. ദൈവത്തിന്റെ മുമ്പിൽ അവൈലബിൾ ആയിട്ട് ആരെങ്കിലും കിട്ടുമെന്നുള്ള ദൈവം നോക്കുന്നത്. ഇവിടെ ഈ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. ഈ ജനങ്ങളെ ദൈവം മിഥ്യാന്യരുടെ മേലെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അവര് വന്നിട്ട് എന്ത് ചെയ്തറിയോ? ഇവര് കൃഷി ചെയ്യാൻ കൊണ്ട് അനുവദിക്കും. കൃഷിയൊക്കെ ചെയ്ത് ഫലമെടുക്കാറാവുമ്പോഴേക്ക് അവര് ആ കാളയും ആടും മാടും കുടുംബമായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഇവരുടെ ഈ ഫലങ്ങളെല്ലാം അത് എടുക്കുന്നു. അപ്പൊ ഇവർക്ക് ഇവരെ കാണുമ്പോൾ പേടിയാ. അവര് വരുന്നെന്ന് കേൾക്കുമ്പോഴേ ഇസ്രായേൽ മക്കൾക്ക് പേടിയാണ്. അവരെന്താ ചെയ്തത്? 6-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2-ാം വാക്യത്തിൽ മിദ്യാൻ ഇസ്രായേലിന്റെ ഒരു ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനിയുടെ നിമിത്തം പർവ്വതങ്ങളുടെ ഗഹനങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. അപ്പൊ താഴോട്ട് നിങ്ങൾ വായിച്ചാൽ മതി, സമയക്കുറവുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ഇവര് പേടിച്ച് ഒളിച്ചിരിക്കുക. Cave, stronghold, mountains, rocky places, they are hiding from enemies. പേടിച്ച് ഒളിച്ചിരിക്കുക. ആരാണ് ഇവര്? ഇവര് ഭരിക്കേണ്ടവരാണ്, അധികാരമുള്ളവരാണ്. പക്ഷേ ഭരിക്കേണ്ടവർ, ശത്രുവിന്റെ ജയമെടുക്കേണ്ടവർ ഇപ്പൊ ഒളിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ജനങ്ങൾ ശത്രുക്കളെയോ ശത്രുക്കളുടെ ദൈവങ്ങളെയോ ഭയപ്പെടുന്നതെന്ന് അറിയാമോ? ജനം അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവത്തിന് അനിഷ്ടമില്ലാത്തത് ചെയ്യുമ്പോഴാണ് പ്രതികൂലങ്ങളെ മനുഷ്യർ ഭയപ്പെടുന്നത്, അന്യ ദൈവങ്ങളെ ഭയപ്പെടുന്നത്. സ്തോത്രം. ഈ പ്രതികൂലങ്ങളോട് എതിർത്ത് നിൽക്കാനുള്ള കെപ്പ് അവർക്ക് ഇല്ലാതെ പോകുന്നത് അവർ നിലവിളിച്ചപ്പം ദൈവം കരുണയുള്ള ദൈവമല്ലയോ? നമ്മൾ വിചാരിക്കും ദൈവം വന്നവരെ അങ്ങ് വിടുവിക്കുന്നു. പക്ഷേ ദൈവം അങ്ങനല്ല ചെയ്തത്. ദൈവം ചെയ്തെന്ന് അറിയാവോ? ദൈവം അവർക്ക് ഒരു പ്രവാചകനെ അയച്ചു കൊടുത്തു. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുത്ത് അതിന് അവരും നിലവിളിച്ചത് എങ്ങനെയാണ്? ദൈവം വിടുവിക്കണമെന്നല്ലോ.
ദൈവം വിടുവിക്കുകയല്ല ചെയ്തത്, ഒരു പ്രവാചകനെ അയച്ചു. പിന്നെ പ്രവാചകൻ പറഞ്ഞെന്താന്ന് അത് നിങ്ങളത് വായിച്ചാൽ മതി. കാരണം അവരോട് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണമെന്ന്. പക്ഷെ നിങ്ങളോ അനുസരിച്ചില്ല. പ്രവാചകന് പോയി, പ്രവാചകന്റെ കാര്യത്തിലുള്ളൂ. അപ്പൊ ദൈവം ചെയ്തൊരു കാര്യം ജനത്തിന് പാപബോധം വരുത്തി കൊടുത്തു. അതാണ് ദൈവത്തിന്റെ വിടുതലിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ദൈവം തന്റെ ദാസന്മാരിലൂടെ വചനത്തിലൂടെ നമ്മോട് ഇടപെടും. എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അത് കേൾക്കുമ്പോൾ ജനം ഒരു വാക്യം അതിലുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഇയ്യോബ് 36:8. സ്തോത്രം. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ ഭാഷകളാൽ പിടിക്കപ്പെട്ടാൽ അവരവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. അടുത്തത്, അവരവരുടെ ചെവി പ്രബോധനത്തിൽ തുറക്കുന്നു, അവർ നീതികേട്ട് വിട്ടുതിരിയുവാൻ കൽപ്പിക്കുന്നു. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ച തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു കൂട്ടും. കേൾക്കുന്നില്ലെങ്കിലോ ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ചെയ്യുന്നത് തന്റെ ദാസന്മാരെ അയച്ച് അവരെ പ്രബോധിപ്പിക്കും. അതിനാണ് ദൈവദാസന്മാർ വിവിധ സന്ദർഭങ്ങളിലായി ദൈവത്തിന്റെ വചനം ജനത്തോട് പറയുന്നത്. ദൈവം സ്നേഹിക്കുന്നു, മടങ്ങി വരിക, കേട്ടനുസരിക്കുക, നിങ്ങളുടെ നാളുകളെ നിങ്ങൾക്ക് ഭാഗ്യത്തിൽ കഴിക്കാം എന്ന് പറയുന്നത്. വേറൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്. 50-ന്റെ 3-ാം വാക്യം, 50-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമുണ്ട്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആ വാക്യം നമുക്ക് അത്രയും അറിയാം. എന്നാൽ അതിന്റെ അടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു വേർഡ് കൂടി ഉണ്ട് അതിന്റെ താഴെ. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തെ രക്ഷൻ. അപ്പം സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുകയും അത് മാത്രം പോരാ, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തണം. ദൈവത്തിന്റെ രക്ഷ കാണണമെങ്കിൽ നടപ്പിനെ ക്രമപ്പെടുത്തണം. അതിനാണ് ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. പക്ഷേ നന്നാകാൻ മനസ്സില്ലാത്തവർക്ക് ഇത് കേൾക്കാനും താല്പര്യം വരത്തില്ല. ഈ പ്രവാചകൻ വന്ന് അവരുടെ കുറവുകളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഇതുപോലൊരു പ്രവാചകൻ വന്നിട്ട് അവരുടെ തെറ്റുകളെ വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം അങ്ങനെ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ശിക്ഷകൾ വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. തെറ്റ് വന്നു പോയല്ലോ എന്നുള്ള ദുഃഖത്തിലല്ല നിലവിളിച്ചത്, പിന്നെ ശിക്ഷ വരുമല്ലോ എന്നുള്ള പേടിയിലാണ് നിലവിളിച്ചത്. അതാ പലരുടെ വിചാരം, ശിക്ഷിക്കുമോ ദൈവം എന്നുള്ളതാണ്. അല്ല, ദൈവമേ നിന്നെ ദുഃഖിപ്പിച്ചു പോയല്ലോ എന്ന് പറഞ്ഞല്ല, അതാ യഥാർത്ഥത്തിലുള്ളതായ മാനസാന്തരം. സ്തോത്രം. അപ്പം ഇവിടെ ഈ ആലോചനകളൊക്കെ കേട്ടു. പ്രവാചകൻ അവരുടെ തെറ്റുകളെയൊക്കെ ബോധ്യമാക്കി. അപ്പൊ ജനങ്ങൾ എന്തായാലും അവര് പാപബോധമുള്ളവരായി തീർന്നു കാണും. അപ്പം ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ഒരു യോവാശ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മകൻ, അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കുന്നതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. 6-ന്റെ 11-ാം വാക്യം വായിക്കുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, യോവാബ് എന്ന് പറയുന്ന മനുഷ്യന്റെ മകനാണ് ഗിദെയോൻ എന്നാണ്. ഹിസ് നെയിം വാസ് ഗിദെയോൻ. അദ്ദേഹം വലിയ ഒരു ധൈര്യശാലിയൊന്നും അല്ലായിരുന്നു. അയാളെ കുറിച്ച് നമ്മൾ താഴെ വായിക്കുന്ന മൊത്തം ഭയങ്കര പേടിയായ ഒരു മനുഷ്യൻ. ഞാനത് ഒന്ന് സമയമുള്ള അനുസരിച്ച് പറയാം. സ്തോത്രം. അപ്പം പക്ഷെ ഇയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ ഈ നന്മ ഞാൻ കൊടുക്കത്തില്ല, ശത്രു ഞാൻ കൊടുക്കത്തില്ല. ഈ വയലിൽ ദൈവം എനിക്ക് തന്നത്, ഞാൻ കൃഷി ചെയ്ത് പഴം തന്ന ദൈവമാണ്, ഇത് ഞാൻ ശത്രു എടുക്കാൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. ദൈവ മക്കൾക്ക് അങ്ങനെ ഒരു തീരുമാനം വേണം. സ്തോത്രം.
എന്റെ ആയുസ് ദൈവം തന്നതാ, എന്റെ നന്മ ദൈവം തന്നതാ, എന്റെ തലമുറകളെ ദൈവം തന്നതാ. ഇതൊന്നും ശത്രു പിടിച്ചു മേടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു തീരുമാനം നമുക്ക് വേണം. ഈ മനുഷ്യൻ ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുക. പക്ഷേ അദ്ദേഹം എവിടെയാ ഇത് തീരുമാനിച്ചത്? അദ്ദേഹം തീരുമാനിച്ചിട്ട് ഗോതമ്പ് താൻ എവിടെ മതിക്കുന്നത്? വാസ്തവത്തിൽ മുന്തിരി ചക്കിൽ അവിടെയാണോ ഗോതമ്പ് മതിക്കേണ്ടത്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഈ ഗോതമ്പ് മെതിക്കേണ്ടത്, നെല്ല് മെതിക്കേണ്ടത് എവിടെ നമുക്കറിയാം. ഞങ്ങൾക്ക് കുറച്ച് വയലൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ കൊയ്യുന്ന സമയമാകുമ്പോൾ നമ്മുടെ മിറ്റം നമ്മൾ ശരിക്കും അടിച്ച് കിളച്ച് നിരപ്പാക്കി ആ തറയെല്ലാം റെഡിയാക്കി മെഴുകി ചെയ്ത് കച്ചകളെല്ലാം അവിടെ കൊണ്ടുവച്ച ശേഷം അവിടെയാണ് മെതിക്കുന്നത്. അവിടെ മെതിച്ചാൽ ആ നെല്ലെല്ലാം അവിടെ കിടക്കും. പിന്നെ നമുക്കത് തൂത്തുവാരി എടുത്ത് പാറ്റിയാൽ മതി. എന്നാൽ ഈ ഗോതമ്പ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നത്, ഇരുപത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വയലിൽ വലിയ ടാർപ്പാളയോ പ്ലാസ്റ്റിക്കിന്റെ വല്ലതും കാര്യങ്ങളൊക്കെ നിരത്തിങ്ങനെ വിരിച്ചതിന് ശേഷം വലിയൊരു വലിയൊരു തടി അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇവര് കൊണ്ടുവന്ന് ഈ ഗോതമ്പ് ഇങ്ങനെ അടിക്കും, അലക്കും. അന്നേരം ആ ഗോതമ്പ് അടിക്കുമ്പോൾ ഇതെല്ലാം അവിടെ വീഴുമ്പോ അവര് അത് ഒന്നിച്ചു കൂട്ടിയതിനു ശേഷം വിൻഡിനെതിരായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടും. അന്നേരം ആ കാറ്റടിച്ചിട്ട് ഇതിന്റെ പതിനെല്ലാം അങ്ങ് പോകും. അത് ഓപ്പൺ പ്ലേസിലാണ് ചെയ്യുന്നത്. കാര്യം കാറ്റ് കിട്ടണമല്ലോ അതിനു വേണ്ടി. പക്ഷേ മുന്തിരി ചക്ക് വൈൻ പ്രസ് എവിടാന്നറിയാമോ? ഈ രാജ്യത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും വൈൻ പ്രസ്. പലസ്തീനിലും ഒക്കെ അത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഈ വൈൻ പ്രസ് എന്ന് പറയുന്നത്, മുന്തിരി ചക്ക് എന്ന് പറയുന്നത്, അതിന്റെ ചുറ്റും ഭിത്തി കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പം കാളയെ കൊണ്ടാണ് പണ്ടിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നത്. ആ കാള ഇങ്ങനെ കറങ്ങിക്കാതെ ഒരു തടി വെച്ച് അതിന്റെ ആ മുഖം വെച്ച് ഇങ്ങനെ കറക്കുമ്പോൾ ചക്കിനകത്ത് ഇടുന്നതായ മുന്തിരി അതിന്റെ ജ്യൂസ് വേറൊരു ഭാഗത്തൂടെ ഇറങ്ങി വരും. നമ്മൾ തേങ്ങയാക്കുന്നതൊക്കെ നാട്ടിൽ പണ്ടങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെയാണ്. പക്ഷെ അത് ഓപ്പൺ പ്ലേസ് അല്ല. ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ പൊടിയെ കെട്ടുന്നത്, അത് കെട്ടിയടച്ച സ്ഥലമാണ്, ചുറ്റും കെട്ടിയടച്ച സ്ഥലമാണ്. അപ്പം അതിന്റെ സർക്കിളായിട്ട് ഇങ്ങനെ വാൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഗോതമ്പ് ഓപ്പൺ പ്ലേസിൽ വെച്ച് മെതിക്കേണ്ട ഗോതമ്പ് കെട്ടിയടച്ച സർക്കിളുള്ള ഈ വൈൻ പ്രസ് മുന്തിരിച്ചക്കിന്റെ അവിടെ വെച്ച് മെതിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് സഫർ ചെയ്ത് നിങ്ങൾ ആലോചിച്ചു നോക്കും. സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഭയം വന്നു കയറിയപ്പം ഈസിയായി ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ വളരെ പ്രയാസേനയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഭയം കൊണ്ടാണ്. ഞാൻ മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് വരുമോ, ഇതെല്ലാം എടുത്തോണ്ട് പോകുമോ, എന്നെ കൊല്ലുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയം കൊണ്ട് ഈസിയായി ചെയ്യേണ്ട കാര്യങ്ങൾ ഹാർഡായി ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവം വളരെ ഈസിയായിട്ട് പ്രാപിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മൾ അത് ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ അത് പ്രാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം പേടിയുണ്ടാ. ദൈവം അങ്ങനെ അല്ല അതിനെ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭയമൊക്കെ ഒന്ന് മാറ്റണം. സ്തോത്രം. ഈ ജനം പീഡിപ്പിക്കപ്പെടുകയാണ്, അവര് ദണ്ഡിക്കപ്പെടുകയാണ്. യെശയ്യാ 54 അധ്യായത്തിന്റെ 14 വാക്യമാണെന്ന് തോന്നുന്നു. ഐസയ്യ ചാപ്റ്റർ 54 വേഴ്സ് 14 ആണെന്ന് തോന്നുന്നു. നമ്മൾ എന്താ വായിക്കുന്നത് അവിടെ? ആ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 54 യെശയ്യാ 54 14 ഉണ്ടോ? നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടാനില്ലല്ലോ. സോ യു വിൽ ബി away from oppression. നീ പീഡനത്തിൽ നിന്ന് അകന്നിരിക്കുമെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ ജനം പീഡിപ്പിക്കപ്പെടുക. ഐസയ്യ ചാപ്റ്റർ 54 വേഴ്സ് 14. You don't have to fear anything. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. പക്ഷെ അതിനെതിരായിട്ട് ഇവര് ഭയപ്പെടുക, ഇവര് പീഡിപ്പിക്കപ്പെടുക. സ്തോത്രം. കാരണം അവർക്ക് ധൈര്യമില്ല അതിനെ ജയിക്കാനായി.
സ്തോത്രം. പക്ഷേ ദൈവം ഇവന്റെ മനസ്സുകൾ, ഇവൻ ഭീരുവാണെന്ന് പറയുവാൻ ഒരു കാര്യം, ഇവനെ ഒളിച്ച് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് അത് ഞാൻ പറഞ്ഞത് താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട്. ഇപ്പൊ ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നിരുന്ന ശേഷം അവരോട് പറയുകയാണ്, പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇപ്പം ദൈവം എന്താ പറയുന്നത്? ഈ പേടിയുള്ള ഈ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് ഹീറോ എന്ന് അവനെ കുറിച്ച് പറയുന്നത് അല്ലെ? സ്തോത്രം. ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ വാക്യം, മൈറ്റി ഹീറോ, ദ ലോർഡ് ഈസ് വിത്ത് യു. ഇവനാണ് മൈറ്റി ഹീറോ. ദൈവം ഇവനെ മൈറ്റി ഹീറോ എന്ന് വിളിക്കുന്നത് ഇവൻ നാളെ എന്താകാൻ പോവുകയാണെന്നുള്ള ആ കാഴ്ചപ്പാടനുസരിച്ച്, ഞാൻ ഇവനെ ആരാക്കാൻ പോവുകയാണെന്നുള്ള, ഇൻ ടുമാറോ, ഇൻ ഫ്യൂച്ചർ ഹി വിൽ ബി എ ഹീറോ. ഐ ആം ഗോയിങ് ടു യൂസ് ഹിം. അതാണ് ദൈവം വിളിക്കുന്നത്. ദൈവം ഇന്ന് നമ്മെ കാണുന്നത് നമ്മുടെ ഈ പേടിയിലും ബലഹീനതയിലും നിരാശയിലും ഒക്കെയല്ല. ദൈവത്തിനറിയാം നമ്മളെ ആരാക്കി മാറ്റാൻ കഴിയും. യാക്കോബ് വളരെ കപടക്കാരനും ചതിയനൊക്കെയായിരുന്നു. പക്ഷെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം അവനെ അനുഗ്രഹിക്കുക. അവൻ വലിയ ജാതിയാകും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുക. ഈ കപടക്കാരനെയും അവനെയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, അവനെ ആരാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ വിഷയം. അനുഗ്രഹിക്കപ്പെട്ടവന്റെ വാഗ്ദത്തമാണ്. അപ്പം നമ്മുടെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല ദൈവം നമ്മെ കാണുന്നത്. ദൈവത്തിനറിയാം ദൈവം നമ്മെ ആരാക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇവരോട് പറയുന്നത്. ഉടനെ ഇവർ ചോദിക്കുക, സാധാരണ എല്ലാവരും ചോദിക്കുന്നത്, ദൈവം നമ്മളോട്, ഈ God is with us, is it real? If God is with us, how all these things happen to me or us? ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തോ സംഭവിക്കുന്നത്? ദൈവം വന്നോ? ഇത് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഞങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ചെങ്കടൽ വളർന്നതും മന്ന വന്നതും ആ കാടപ്പക്ഷിയെ കൊണ്ടുവന്നതും ശത്രുക്കളെ ബാഷാൻ രാജാവിനെയും സീഹോൻ രാജാവിനെയും ഒക്കെ കീഴ്പ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വേർ ഈസ് ദാറ്റ് ഗോഡ്? ആ അത്ഭുതങ്ങളുടെ ദൈവം എവിടെയാണ്? അവൻ ചോദിക്കുക. അപ്പം ദൈവത്തിന്റെ ദൂതൻ അവനോട് പറയുകയാണ്, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾക്കും അങ്ങനെ ഒരു ചിന്തകളൊക്കെ വരും. വാസ്തവത്തിൽ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്കും സംശയങ്ങളൊക്കെ കാണും. സ്തോത്രം. അപ്പം ദൈവം ഗിദെയോനോട് പറയാ, ഗിദെയോനെ, ഈ ബലത്തോടൊപ്പം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാനല്ലോ പറയുന്നത്. I am talking to you. I will be with you. Go with this strength. Hallelujah. സ്തോത്രം. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചില്ലേ, യേശുവേ, അത് നീയാണെങ്കിൽ നിന്റെ അടുത്തോട്ട് വരാൻ എന്നെ കൂടെ അനുവദിക്കണം. കാര്യം എനിക്കറിയാം, if you are that real Jesus, you will allow me to do the same thing which you did. നീ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി വരാൻ പറഞ്ഞു. വരാൻ പറഞ്ഞുകൊണ്ട് തന്നെ പത്രോസ് ചാടി വെള്ളത്തിൻ്റെ നടക്കുകയാണ്. പടപെടാന്ന് പറഞ്ഞ് നടക്കുക. സ്തോത്രം. അങ്ങനെ എങ്ങനെ ഇദ്ദേഹത്തിന് ഈ വെള്ളത്തിന് മീതെ നടക്കാൻ കഴിഞ്ഞു? അതേ ഒരു മജീഷ്യനല്ലോ, പിന്നെ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്? വരാൻ പറഞ്ഞ യേശുവിന്റെ വാക്കാണ് അവനെ ബലപ്പെടുത്തിയത്. ആ പ്രതികൂലത്തിന്റെ മീതെ നടത്താൻ അവനെ ബലപ്പെടുത്തിയത്. ദൈവ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ആ വചനം നമ്മൾ കേട്ട്, ആ വാഗ്ദത്തങ്ങൾ നമ്മൾ തൊട്ട്, ഇത് എന്നോടുള്ള വചനമാണെന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ വചനത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കും. ഗിദെയോനോട് പറയുക, നീ പോ, ഈ ബലത്തോടെ പോ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അപ്പൊ നമ്മുടെ ബലമെന്ന് പറയുന്നത് റിയലി നമ്മുടെ ബലമല്ല. The source of our strength is not from ourselves but from God.
ദൈവവുമായുള്ള നമ്മുടെ ക്ലോസ് റിലേഷൻഷിപ്പിലാണ് നമുക്ക് ആ ശക്തി വിഡ്രോ ചെയ്യുവാൻ കഴിയുന്നത്. The source of our strength is from God. Our close relationship with God will enable us to take that resources. ആ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിപ്പിക്കുവാൻ നമ്മോടുകൂടെ ഉള്ള ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഫെലോഷിപ്പ് നമുക്ക് സഹായിക്കും. പിശാചിന് ഇത് നല്ല ഗുണമറിയാം. സ്തോത്രം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മളുടെ ആ ദൈവത്തോടുള്ള അടുപ്പത്തിന് കുഴപ്പം വരുത്താനായിട്ട് അവൻ എന്തൊരുമൊക്കെ ചെയ്യും. അപ്പം അവനറിയാം നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകും. പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവശക്തി നമുക്ക് നമ്മളിൽ വ്യാപരിക്കുവാൻ പറ്റത്തില്ല. അതാ ഇപ്പൊ നോക്കി ആ ബിലിയാമിനെ നോക്കിക്കേ. ബാരാക്ക് ഭയങ്കര ശമ്പളം പൈസയൊക്കെ കൊടുത്ത് ഓഫർ ചെയ്താണ് അവനെ കൊണ്ടുവന്നത് ഇസ്രായേൽ മക്കളെ ശ്രമിക്കാനായിട്ട്. പുള്ളിയെ നിന്നങ്ങ് അനുഗ്രഹിക്കുക. അപ്പൊ പുള്ളി പറയും, ഞാൻ നിനക്ക് പൈസ തന്നത് ശപിക്കാനല്ലേ, നീ എന്ത് അനുഗ്രഹിക്കുന്നത്? അപ്പൊ അവൻ പറയാ, ദൈവം ശപിക്കാത്തവന് ഞാൻ എങ്ങനെ ശപിക്കുന്നത്? നമ്മൾ ഓർക്കണം, ദൈവം അനുഗ്രഹിക്കുന്നവരെ നമ്മൾ തൊടാൻ പോകും, നമ്മൾ അവരെ ശപിക്കാൻ പോകുന്നത് പ്രശ്നമാണ്. അപ്പം ഇവിടെ പക്ഷെ ബിലിയാമിന് പൈസയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസം. അപ്പൊ ഒരു ഐഡിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ളതായ ചില ഇമ്മോറാലിറ്റി, ദുർമാർഗങ്ങളും അശുദ്ധികളും ഒക്കെ ഒന്ന് വരുത്താൻ ഒരു ക്രമീകരണം ചെയ്താൽ ഞാൻ ശപിക്കുമെന്നും വേണ്ട, ദൈവം അവരെ വിട്ടുപോയിക്കോളും, ദൈവം അവരെ ശിക്ഷിച്ചോളും. അപ്പൊ നോക്ക്, പിശാചിന്റെ ആലോചന നോക്കിക്കേ. എങ്ങനെയെങ്കിലും ദൈവമക്കളെ ശക്തി ഇല്ലാതാക്കുക, പ്രാഗൽഭ്യം ഇല്ലാതാക്കുക, ഗിൽറ്റി കോൺഷ്യൻസ് ഉണ്ടാക്കുക. ഇതാണ് അവന്റെ തന്ത്രം. എന്നാൽ നിങ്ങൾ ഓർക്കണം, അയ്യോ എന്റെ ജീവിതത്തിൽ ആ തെറ്റ് വന്നു പോയല്ലോ, ഈ തെറ്റ് വന്നു പോയല്ലോ, ദൈവം എന്നോട് ഇങ്ങനെ ഇനി ശിക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. അവന്റെ അരികിലേക്ക് ചെന്ന് നമ്മുടെ കുറവുകളെ നാം ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മെ സ്വീകരിക്കും, അവൻ നമ്മോട് ക്ഷമിക്കും, അവന്റെ ശക്തി നമ്മിൽ വ്യാപരിച്ച് ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കും. പിശാചിന്റെ ആഗ്രഹം നമ്മളെ ശേഷം മനുഷ്യരെ പോലെ ആക്കാനാണ്. മനസ്സിലായോ? കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, അദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ ഭയങ്കര ഭിന്നതയാണ്. ഒരുത്തം പറയാൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഒരുത്തം പറയാൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ഒരുത്തിന്റെ പക്ഷക്കാരൻ, യേശുവിന്റെ പക്ഷക്കാരനാണ്. അപ്പം പൗലോസ് അവരോട് പറയാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ ശേഷ മനുഷ്യരെ പോലാണ്, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തോ വ്യത്യാസം. അപ്പം പൗലോസ് പറഞ്ഞെന്തോ, നിങ്ങൾ ആരാ? നിങ്ങൾ ശേഷ മനുഷ്യരെ പോലെ അല്ല. നമ്മുടെ ശേഷ മനുഷ്യരെ പോലെ അല്ലെന്ന്, നമ്മൾ അധികാരമുള്ളവരാ. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ശേഷം മനുഷ്യരെ പോലുള്ളതല്ല. ഈ ശേഷം മനുഷ്യർക്ക് പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട്. അതൊക്കെ അതിനകത്ത് എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് എന്നെയും അതുപോലെ ശേഷം മനുഷ്യരെ പോലെ ആക്കാനാണ് അവന്റെ ശ്രമം, പ്ലാന്. പക്ഷേ ഞാൻ ശേഷം മനുഷ്യരെ പോലെ അല്ല, ഞാൻ പ്രത്യേകതയുള്ളവനാണ്. ആമേൻ. അതാ വിനയം പറഞ്ഞത്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവര് ജാതികളെ പോലെ അല്ല, അവര് വ്യത്യസ്തമാണ്. അവരാരാണ്? അവരെ ദൈവം രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയിരിക്കുകയാണ്, അധികാരമുള്ളവരാക്കിയിരിക്കുകയാണ്. യേശു പറഞ്ഞ എന്റെ അധികാരം ഞാൻ നിങ്ങളെ അയക്കുകയാണ്, ശിഷ്യന്മാരെ ശക്തിയും അധികാരവും കൊടുത്ത് അയച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ പ്രതികൂലങ്ങളോട് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയുകയല്ല, യേശുവെ ഈ പ്രതികൂലം മാറ്റിത്തരണേന്ന് നമ്മൾ മറ്റുള്ളവര് നമുക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, അന്യോന്യം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മളുടെ പ്രതികൂലത്തോട് നമ്മൾ പറയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. When mountain-sized problems we face, we need to speak to that mountain. Mountain, go away from my side. എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുക, വേദന എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുക, ഈവിൾ സ്പിരിറ്റ് എന്റെ ലൈഫിൽ നിന്ന് വിട്ടുപോകുക, എന്റെ തലമുറകളിൽ നിന്ന് വിട്ടുപോകുക. പ്രതികൂലത്തോട്
നമ്മൾ കൽപ്പിക്കുന്നവരായിരിക്കണം. കാര്യം നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ യേശുവിനെ കുറിച്ച് ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, അവൻ മരിച്ചവരോട് സംസാരിച്ചു. ബാല്യക്കാരെ എഴുന്നേറ്റപ്പം അവൻ എഴുന്നേറ്റ് സംസാരിച്ചു. എന്തായിരിക്കും സംസാരിച്ചത് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. യേശു അവനെ അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. പോയി, മരിച്ച് പോയി, ആശയെല്ലാം പോയി, ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞതിനെ ജീവിപ്പിച്ച് അമ്മയെ ഏൽപ്പിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ യേശു ആരാണ് നമ്മൾ മനസ്സിലാക്കണം. അവൻ മൗണ്ടനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ മരത്തോട് സംസാരിച്ചിട്ടുണ്ട്, അവൻ കാക്കിയോട് പക്ഷികളോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, ഏരിയാവോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കൊല്ലാനായിട്ട് കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. ഏരിയാവോടും കേട്ടില്ല. അപ്പം നമ്മുടെ ദൈവം കാക്കയോടും മരത്തോടും പർവ്വതങ്ങളോടും മരിച്ചതിനോടും ഒക്കെ പറയുന്ന ദൈവമാണ്. ആ അധികാരമാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത്. യേശുവിനെ പോലെ ആകുവാനാണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ഓർപ്പിക്കാറില്ലേ. അപ്പം നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മിൽ ശേഷം മനുഷ്യരെ പോലെയാണെന്ന് നാം കരുതരുത്. ശത്രു അങ്ങനെ ആക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം ഈട് ചെയ്ത് കൊടുക്കരുത്. ഓടി യേശുവിന്റെ അരികെ ചെല്ലണം. യേശുവേ സഹായിക്കണം. പത്രോസ് പറഞ്ഞതുപോലെ യേശുവേ സഹായിക്കണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ, എന്റെ വാക്കുകൾ നിർത്തട്ടെ. സ്തോത്രം. അപ്പം ഗിദെയോനൊരു സംശയം, യേശുവേ ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ ഏറ്റവും യംഗസ്റ്റ് ഇൻ മൈ ഹൗസ്, എന്റെ ഗോത്രത്തിന്റെ കാര്യം പറഞ്ഞാലോ അത് ഏറ്റവും ചെറുതാണ്. നിന്റെ ഗോത്രത്തിന്റെ വലിപ്പമോ നിന്റെ താലന്തോ നിന്റെ കഴിവോ ഇതൊന്നും ദൈവത്തിന് പ്രശ്നമേ അല്ല. നീ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കോ, ശരി. പക്ഷെ എനിക്കൊരു കൺഫർമേഷൻ തരണം. If really you, I want to make sure it is you. നീ തന്നെയാണ് എനിക്ക് ഉറപ്പ് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനൊരു യാഗം കൊണ്ട് വരികയാണ്. ഞാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് ദൈവത്തിന്, ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ ഞാൻ വിചാരിക്കും ദൈവത്തിന്റെ സഹിഷ്ണുത. ദൂതനാണ് വെയിറ്റ് ചെയ്തതിന് വേണ്ടി ആ ദൈവത്തിന്റെ തീ ഇറക്കി ആ യാഗത്തെ ജനിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉറപ്പായില്ല. അദ്ദേഹം പിന്നെ പറയാം, ഞാൻ വിചാരിക്കും ഒരു തോലില്ല, ആ തോല് നനഞ്ഞിരിക്കണം, പുറകെ അതിന്റെ വെളിയിലെല്ലാം ഉണങ്ങിയിരിക്കണം. രാവിലെ എഴുന്നേറ്റ് തോല് പിഴിഞ്ഞപ്പം തോല് നിറ വെള്ളമാണ്, ചുറ്റും എല്ലാം ഉണങ്ങിയിരിക്കുന്നു. അപ്പൊ പിന്നെ വേറൊരു കാര്യം, നാളെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ തോൽ ഉണങ്ങിയിരിക്കണം, ചുറ്റും നനഞ്ഞിരിക്കണം. അത് കുഴപ്പമില്ല. സ്തോത്രം. അതുപോലെ സംഭവിച്ചു. അപ്പൊ ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പട്ടണത്തിൽ ഉപയോഗിക്കാൻ പോകുന്നതിന് മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ വീട്ടിലൊരു ബാലിന്റെ ബലിപീഠമുണ്ട്, അപ്പന്റെ ഒരു ബലിപീഠമുണ്ട്, അത് നീ അങ്ങ് ഇടിച്ചു കളയണം. ആദ്യം നിന്റെ വീട്ടിൽ തുടങ്ങിട്ട് ശരിയാക്കൽ, റെസ്റ്റോറേഷൻ നിന്റെ വീട്ടിൽ തുടങ്ങിട്ട്. ബാലെന്ന് പറഞ്ഞാൽ ലോഡ് എന്നർത്ഥം, ബേസബുൽ എന്ന് പറഞ്ഞാൽ ലോഡ് ഓഫ് ലൈഫ്, ഈച്ചകളുടെ ദൈവം എന്നർത്ഥം. ദൈവം റിയൽ ആയിട്ടുള്ള ദൈവം നമ്മുടെ ദൈവമാണ്. റിയൽ ലോഡ് ഈസ് അവർ ലോഡ്. ഹി സെറ്റ് us free. അവൻ നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു. എന്നാൽ ഈ കള്ള കർത്താക്കളുണ്ടല്ലോ, വ്യാജാത്മാക്കൾ, അത് മനുഷ്യരെ എല്ലാം ബന്ധിപ്പിക്കുക, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുക. സ്തോത്രം. അവൻ അതുപോലെ ചെയ്തു. പക്ഷെ എപ്പോഴാണ് ചെയ്തെന്നറിയോ? ജനത്തെ പേടിച്ച് രാത്രിയിലായിരുന്നു. അപ്പം എന്താ ധൈര്യം പിടിക്കുണ്ടായിരുന്നു? പേടിയുള്ള ആളാ. സ്തോത്രം. പക്ഷെ രാത്രിയിലറിയും. രാവിലെ ആളുകളൊക്കെ വന്ന് നോക്കിയപ്പോ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു പോയിരുന്നു. അവരന്വേഷിച്ചു ആരെ ചെയ്യുന്നത്. അവസാനം സെർച്ച് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായത് യോവാശിന്റെ മകനായ ഗിദെയോനാണ്. യോവാശിനെ വിളിച്ചു, യോവാശെ നിന്റെ മകൻ ഗിദെയോൻ ഇത് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവനെ കൊണ്ടുവരണം, അവനെ ശിക്ഷിക്കണം. അപ്പൊ യോവാശി പറയുക, ബാലാണ് ദൈവമെങ്കിൽ ബാലിന് വേണ്ടി നിങ്ങളാണ് പറയുന്നത്. ബാല ദൈവമെങ്കിൽ ബാലിന് വേണ്ടി അവൻ പ്രവർത്തിക്കട്ടെ, നിങ്ങളെന്തിനാ പൊയ്ക്കോളം എല്ലാത്തിനും പറഞ്ഞു. സ്തോത്രം. അപ്പം ദൈവം അവിടെ അവൻ ദൈവം ഗിദെയോനെ ഉപയോഗിക്കുന്ന വിഷയങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഗിദെയോന് മനസ്സിലായി. ഗിദെയോന് നിനക്ക് ഇപ്പോഴും ഉറപ്പില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ മിദ്യാന്യരുടെ പാളയത്തിന്റെ അടുത്തോട്ടൊന്ന് ചെന്നോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം അവനൊരു സ്വപ്നം വിവരിക്കുന്നത് കേട്ടോ. ഒരു അപ്പം ഇങ്ങനെ ഇളത്തപ്പ ഉരുണ്ടു വരുന്നു, മിദ്യാന്യ പാളയത്തെ അടിച്ച് തകർക്കുന്നു. ഇത് ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നും.
ദൈവമക്കളെ, ദൈവം നമ്മെ ആരാക്കിയിരിക്കുന്നറിയാമോ? ജീവന്റെ അപ്പമായി യേശുവിന്റെ അരികിൽ വന്ന് ജീവൻ പ്രാപിച്ചവരാണ് നമ്മളും. ആ ജീവന്റെ അപ്പം പോലെ ശക്തിയുള്ളവരാണ്. ശത്രുവിന്റെ പാളയങ്ങളെ നാം അടിച്ചു കളയേണ്ടവരാണ്. ഗിദെയോനെല്ലാവരെയും വിളിച്ചു. ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വരാൻ പറഞ്ഞു. കാഹളം മൂടി, അവരെല്ലാം ഒരുമിച്ച് കൂടി. അപ്പം ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഗിദെയോനെ, ഇത്രയും ആള് വേണ്ട, ഞാനൊരു കാര്യം പറയാം. അതുപോലെ ചെയ്യുന്നവരെ ഒന്ന് പരീക്ഷിച്ച ശേഷം നീ അവരെ കൊണ്ട് പോകാൻ പറഞ്ഞു. കാര്യം നീ പറയരുത് ഞങ്ങൾ 30,000 പേരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സാധിച്ചതെന്നൊന്നും പറയരുത്. ദൈവം തന്നെ മഹത്വം മറ്റൊരുത്തരും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഓക്കെ, ദൈവം അങ്ങനെ ചെയ്തു. വെള്ളത്തിനരികെ കൊണ്ടുപോയി പട്ടി നക്കി കുടിക്കുന്നത് പോലെ എന്ന് പറയാൻ കമന്നുകളൊന്നും കുടിക്കുകയല്ല, കൈ ഇങ്ങനെ നക്കി കുടിക്കുകയാണെങ്കിൽ എപ്പോഴും 4 സൈഡിലോട്ടും ഇങ്ങനെ ശ്രദ്ധിക്കുക. ശത്രു വരുന്നത് അലർട്ടായിരിക്കും. അങ്ങനെയുള്ളവരെ ദൈവം ഉപയോഗിക്കുന്നത്. അവരെ 300 പേരെ തെരഞ്ഞെടുത്തു. അപ്പൊ 301 301 ഗിദെയോനോടെ കൂട്ടി 301 പേര് കാണുമായിരിക്കും. അവരെയും കൊണ്ടുപോയി. അപ്പൊ ഗിദെയോൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, വാളും കുന്തമൊന്നും വേണ്ട, ഒരു മൺകല നിങ്ങൾക്കെല്ലാം ഞാൻ തരുവാണ്. ആ മൺകലത്തിനകത്ത് ഒരു പന്തമുണ്ട്, കാഹളവുമുണ്ട്. ഞാൻ ഈ കാഹളം മുതുമ്പോ എല്ലാവരും ഒരുമിച്ച് മൺകുടങ്ങ് ഉടയ്ക്കണം, എന്നിട്ട് കാഹളം അങ്ങ് ഊതണം. എത്ര ഈസി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നോക്കിക്കേ. സ്തോത്രം. അപ്പൊ നോക്കുക, അപ്പം ആ മൺകുടം മുടഞ്ഞ് പന്തം കത്തുമ്പോഴേക്കും ശത്രു ഓടിപ്പോകും. സ്തോത്രം. ദൈവമക്കളെ, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ 2 കൊരിന്ത്യർ 4:7 നാം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ലത് ഒരുമാറ് മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി പകർന്നിരിക്കുകയാണ്. ഈ മൺകൂടാരമാകുന്ന നമ്മുടെ ഈ ജഡമുണ്ടല്ലോ, അതിനെ നമ്മൾ തകർക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ആത്മശക്തി ആളിക്കത്തുകയും ശത്രു അതിന്റെ മുമ്പിൽ ഓടിപ്പോവുകയും ചെയ്യും. സ്തോത്രം. നമ്മുടെ കുലമോ നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. അവന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുന്ന ആരെയും ഉപയോഗിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ശത്രു അപകരിച്ചു കൊണ്ടുപോയ സകല നന്മകളും സകല സന്തോഷങ്ങളും പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പരാക്രമശാലികളാക്കി നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, ആ ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ദൈവവചനത്താലും ശത്രുവിന്റെ മേൽ നമുക്ക് ജയമെടുക്കാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ അധികാരമാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. നമ്മുടെ ശക്തിയും നമ്മുടെ അധികാരവും നമ്മുടേതല്ല, അത് നമ്മെ അയച്ചവന്റേതാണ്. അവന്റെ വചനത്തിലാണ് ശക്തി. അവൻ പറയുമ്പോഴാണ് ശക്തി വ്യാപരിക്കുന്നത്. പത്രോസിനോട് വാ എന്ന് പറഞ്ഞപ്പോ അത് കേൾക്കാൻ പത്രോസ് മനസ്സ് വെച്ചപ്പോഴേക്കും അവൻ ശക്തനായി. ഒരുത്തൻ കൈ വരണ്ട ഒരുത്തൻ അവിടെ ഇരിക്കുകയായിരുന്നു. അവന് കൈ പാരലൈസായി പോയ കൈ, അവനോടൊരു കൈ നീട്ട് എന്ന് യേശു പറഞ്ഞതേ ഉള്ളൂ. ആ ശക്തി അവരുടെ കയ്യിൽ അങ്ങ് വ്യാപരിച്ചു. അപ്പൊ ദൈവ വചനത്തിന് നമ്മെ ശക്തരാക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ അവൻ നമ്മെ ശക്തരാക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ ബലഹീനനാണ്, എനിക്കൊന്നും കഴിയാതെ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലേ എന്നുള്ളതായ നമ്മുടെ വാക്കുകളൊക്കെ നമ്മൾ മാറ്റിവെച്ച ശേഷം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനാകുന്നു. എന്റെ ശക്തിയുടെ രഹസ്യം എന്റേതല്ല, എന്റെ കൂടെ ഉള്ളവന്റേതാണ്, അവന്റെ വചനത്തിൻ്റെതാണ്, അവന്റെ ആത്മാവിൻ്റെതാണ്. അവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ ധൈര്യത്തോടുകൂടെ പരാജിതരായിട്ടല്ല, ജയാളികളായി നമുക്ക് പോകാം, ജീവിക്കാം. നാം ജയാളികളാകുന്ന രാജകീയ പുരോഹിത വർഗമാണ്. ഇസ്രായേൽ മക്കളെ പോലെ ഒളിച്ചിരിക്കേണ്ടവരല്ല, ശത്രുവിനെ കാണുമ്പോൾ ഭയപ്പെട്ടിരിക്കേണ്ടവരല്ല, ധൈര്യമായി നാം നിൽക്കേണ്ടവരാണ്. അതിനായി ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ പട്ടണത്തിൽ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അതിനായി നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മുൻപോട്ടു തന്നെ ഓ